ഞാൻ സത്യം പറയട്ടെ, ഞങ്ങള് പോയത് കുഴിപ്പള്ളത്തോട്ടല്ല. പിന്നെ എവിടെ പോയതാ? ചോനറത്തല. ചോനറത്തലയിലോട്ടോ? എന്തിന്? അതൊക്കെ ഉണ്ട്, ഒരു സർപ്രൈസ്. സർപ്രൈസോ? ആർക്കാ? എനിക്കാ? ഈയടാ, എല്ലാവർക്കും സർപ്രൈസ് ഒക്കെ തന്നെ, പക്ഷെ അമ്മൂമ്മക്ക് ഇതൊരു കിഡിലെ സർപ്രൈസ് ആയിരിക്കും. എന്തോ കാര്യം പറ. കാണിക്കട്ടെ? കാണിക്ക്. ചേച്ചി, അത് തന്നെ, ചോനറത്തലേ പോയി എടുത്തോണ്ട് വന്നതാ. അമ്മമ്മയല്ലേ എല്ലാ കൊല്ലവും പറയാറ് ഈ വർഷമെങ്കിലും ചോനറത്തലയിലെ കൃഷ്ണനെ കണി കാണണമെന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ വർഷം എന്തായാലും അവിടുത്തെ കൃഷ്ണനെ തന്നെ കണി കാണിക്കുമെന്ന്. സന്തോഷമായ ഭവാനി അമ്മയ്ക്ക്. ഞെട്ടിയ അമ്മൂമ്മ, അമ്മൂമ്മയുടെ കണ്ണെന്തിനാ പറയണേ? കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ സ്വപ്നം കണ്ടതേ ഉള്ളൂ. കൃഷ്ണൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, ഭവാനി നിനക്കെന്നെ കാണാൻ തോന്നുന്നില്ലേന്ന്. എനിക്ക് കണ്ണു നിറയെ കാണാമല്ലോ. அம்மா நீங்க ரொம்ப ஹாப்பில. ചോനറത്തലേന്ന് കല്യാണം കഴിഞ്ഞ് പോരുന്നത് വരെ ഞാൻ എൻ്റെ ഈ കൃഷ്ണനെ ആ കണി കണ്ടോണ്ടിരുന്ന്. കരയുന്ന കരയണ്ടിരുന്നേ. അമ്മൂമ്മ, എനിക്ക് അറിഞ്ഞോണ്ട് വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആവും. വാ, ഇറങ്ങാം. നിങ്ങളോടെ പോണ്? நாங்க எல்லாரும் விஷு ஷாப்பிங்க்கு போறோம். എല്ലാവരും പോകുന്നുണ്ടോ? ஆமா, நாங்க போறோம்னு சொன்னப்போ இவங்களும் கூட வரேன்னு சொன்னாங்க. എന്നാ പിന്നെ നമുക്കും പോവാം. എന്തോത്തിന് ഇവിടെ നിൽക്കുന്നത്? ആ, എല്ലാ ഷോപ്പിംഗ് ഒന്നും ഒറ്റയ്ക്ക് അങ്ങ് തീർക്കാം. എനിക്കിന്ന് 2 ഡ്രസ് വേണം. എനിക്ക് 10 ഡ്രസ്. അമ്മ, എനിക്ക് 15 ഡ്രസ് വേണം ചെന്നൈ കൊണ്ടുപോകാൻ. ആരും വിട്ടു കൊടുക്കൂല. അളിയനോട് പറ. അളിയാ, കേശുമോനെ, ഇതെടുത്തങ്ങ് അകത്തോട്ട് വെക്ക് മക്കളെ. ഓക്കേ ബാബാ, ഇറങ്ങി ഇറങ്ങി എല്ലാവരും ഇറങ്ങിയോ? ഓക്കേ, പോട്ടെ പോട്ടെ പോട്ടെ. ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കേ ബാബാ ബാബാ. ഞങ്ങള് ഷോപ്പിങ്ങിന് പോയിട്ട് ദേ പറഞ്ഞു, അവിടത്തെ വീട്ടിൽ നമ്മള് പൊളിക്കും. അല്ലേ, പോവാം.